ഹലോ, ഞാൻ ടാനിയ ജോയൽ. ഇന്നില്ലേ നല്ല ഭംഗിയായിട്ടുള്ള റിബൺ എംബ്രോയിഡറി ചെയ്ത ചെയർ ബാഗ് ആണ് കേട്ടോ. ആദ്യം കാണിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ചെയർ ബാഗ് ആണ് കേട്ടോ. ഇത് കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കി. ഇതിനകത്ത് കട്ട് വർക്ക് ഒക്കെ ചെയ്ത ലേസും വെച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള ചെയർ ബാഗ് നല്ല ഒരു ഫംഗ്ഷനൊക്കെ ഇപ്പം കല്യാണമൊക്കെ ഉള്ള സമയത്തുണ്ടല്ലോ, നമുക്ക് ഇതൊക്കെ ഇട്ട് കഴിയുമ്പം നമ്മുടെ വീട്ടിലൊക്കെ ഫംഗ്ഷനൊക്കെ വെക്കുവാണെങ്കിലും അല്ലെങ്കിലും ഉണ്ടല്ലോ, ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് വീട്ടിൽ വെച്ചാൽ നല്ല രസമല്ലേ. നമുക്ക് എന്താ പറയുക, നമ്മളെ തൊട്ട് മീൻസ് ഉറപ്പീരുകളൊക്കെ ആയിരിക്കും അങ്ങനെ വെക്കുന്നത്. വലിയ കല്യാണമൊക്കെ വലിയ ഹോളിലാണല്ലോ. അപ്പൊ എന്നാലും നമ്മൾ വീടൊക്കെ നല്ല വൃത്തിയായിട്ട് അടിച്ച് പറക്കി നല്ല നല്ല ഹോം ലിനൻ പ്രോഡക്ട്സ് ഒക്കെ ഇടണം കേട്ടോ. ഒരുപാട് വിലയുടെ അല്ലെങ്കിൽ പോലും നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ള, നമ്മുടെ മനസ്സിന് സന്തോഷമുള്ള ഇതുപോലത്തെ നല്ല ഇഷ്ടമുള്ളതേ നമ്മൾ വാങ്ങിക്കാവുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ളത് കേട്ടോ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇഷ്ടമല്ല, നമ്മുടെ ഇഷ്ടത്തിലെ. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു റിബൺ എംബ്രോയിഡറി ചെയ്ത നല്ലൊരു സോഫയുടെ ബാക്കിലിടുന്ന, ചാരുന്ന ഭാഗത്തിടുന്ന സോഫ ബാക്ക് കവേഴ്സ് ആണ്. ഇതിൻ്റെ 2 സിംഗിൾ സീറ്ററും ഒരു 3 സീറ്ററും ആയിട്ടാണ് ഒരു സെറ്റ് വരുന്നത് കേട്ടോ. ഇത് നല്ല രസമാട്ടോ ഇടുന്ന കാണാൻ. ഈ റിബൺ എംബ്രോയിഡറി എന്നൊക്കെ പറയുമ്പോഴില്ലേ, നല്ല നല്ല എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരു സാധനമാട്ടോ. വേഗമൊക്കെ നല്ല എഫേർട്ട് എടുത്ത് ചെയ്യുന്നവർക്ക് നല്ല ഈസിയാ, ചെയ്ത് ഒത്തിരി പഠിച്ചവർക്ക്. പക്ഷെ നല്ല എഫേർട്ട് എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണത്. ട്രൈ ചെയ്താൽ പറ്റുന്ന ഒരു കാര്യമാട്ടോ. പിന്നെ ഉണ്ടല്ലോ, നല്ല ഭംഗിയായിട്ട് ഇപ്പം എ സിയിലാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് നല്ല എന്താ പറയുന്ന നല്ല പുതപ്പ് വേണം, നല്ല ബെഡ് കവർ വേണം. ഇതുപോലെ ഭയങ്കര വാം കംഫർട്ടേഴ്സ്, വാം പുതപ്പ്. ഇത് കണ്ടോ, ഇതിനകത്ത് ഇതുപോലെ സെൽഫ് പ്രിന്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ എന്താ പറയുന്നത്, നല്ല എന്താ പറഞ്ഞാൽ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ആഗ്രഹമുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അതായത് കിടക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കണം, നല്ല രസമായിരിക്കണം, നല്ല സുഖം തോന്നണം. അതൊന്നും ഒരു തെറ്റല്ല കേട്ടോ. നമ്മുടെ എല്ലാ ആൾക്കാർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാകും. ചില ആൾക്കാർക്ക് തിക്കായിട്ടുള്ള ബെഡ്ഷീറ്റ് കിടക്കുന്ന കാര്യം ഇഷ്ടം, ചില ആൾക്കാർക്ക് സോഫ്റ്റ് ആയിട്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ല, എല്ലാ ആൾക്കാർക്കും വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ ഇതുപോലെ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന പുതപ്പ് അല്ലെങ്കിൽ പകൽ സമയത്ത് ഇടാൻ പറ്റുന്ന ബെഡ് കവറായിട്ടും ഇത് യൂസ് ചെയ്യാം. ഇതിൻ്റെ കൂടെയും 2 വലിയ പില്ലോ കവേഴ്സ് അവൈലബിൾ ആണ്. നല്ല ഭംഗിയായിട്ടുള്ളതാണ്. ഇത് കിങ് സൈസിനും ക്യൂൺ സൈസിനും പറ്റുന്ന സൈസാണ് കേട്ടോ. അത് കറക്റ്റ് മെഷർമെൻറ്റ് നമ്മൾ വാട്സപ്പിൽ ചോദിച്ചാൽ മതി, കറക്റ്റ് മെഷർമെൻറ്റ് പറഞ്ഞു തരും കേട്ടോ. എന്നാലും അത് 2ൻ്റെ ഇടയ്ക്കുള്ള ഒരു സൈസാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല 695 രൂപയുടെ ബെഡ്ഷീറ്റാണ്. ഈ 695 രൂപയുടെ എല്ലാ ബെഡ്ഷീറ്റുകളും നല്ല ഭംഗിയായിട്ടുള്ള കോട്ടൺ ആണ്, തിക്കായിട്ടുള്ള കോട്ടൺ ആണ് കേട്ടോ. ഇതാണ് ആദ്യത്തെ പ്രിന്റ്, നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റ് ആണ്. ഇതിന്റെ സെന്റർ പോർഷൻ വന്നിട്ട് ഇതാണ്. സോറി കേട്ടോ, ഇത് കിങ് ആണ് കേട്ടോ. ഇത് കിങ് ആണെന്ന് എന്നോട് പറഞ്ഞു തരുക കേട്ടോ. ഇതിന്റെ ക്യൂൺ സൈസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ്. ഇത് കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് 1000 റുപ്പീസിന് താഴെയാണ്. 2 വലിയ പില്ലോ കവേഴ്സും ഇതിന്റെ കൂടെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല രസമായിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള 2 വലിയ പില്ലോ കവേഴ്സ്. പിന്നെ നമ്മുടെ അടുത്ത ഷീറ്റ് ഉണ്ടല്ലോ, നല്ല ബ്ലൂ കളർ ഷീറ്റാണ്. ഈ ഷീറ്റ് നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്താ ആലോചിക്കുന്നത്, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴില്ലേ, നമുക്കൊരു പേന ഇല്ലായിരുന്നില്ലേ, ഇങ്ങനെ മഷി ഒഴിച്ചിടുന്ന പേന, ഇങ്ങനെ ഞെക്കിപ്പിച്ചുന്ന പേന, ഇതിൻ്റെ പേരെന്നായിരുന്നു, അങ്ങനെ ഒരു പേന ഉണ്ടായിരുന്നു. അപ്പം അതിങ്ങനെ കുടയുമ്പോഴില്ലേ, ഇങ്ങനെയല്ലേ മഷി തെറിക്കുന്നേ, അതുപോലെ ഇരിക്കും കേട്ടോ. കണ്ടാലേ ചില സ്ഥലത്ത് ഇച്ചിരി ഉരുണ്ടിരിക്കും, ചില സ്ഥലത്ത് ഇതുപോലെ ഇരിക്കും. എന്നിട്ട് ഷർട്ട് വൈറ്റും കൂടി ആകുമ്പോൾ ഇട്ടുകൊണ്ട് വീട്ടിലോട്ട് അല്ലെങ്കിൽ ഹോസ്റ്റലിലോട്ട് ചെല്ലുമ്പോൾ, വീട്ടിലോട്ട് ചെന്ന അമ്മയുടെ വഴക്ക്, ഹോസ്റ്റലിലോട്ട് ചെന്ന അവിടുത്തെ സിസ്റ്ററിൻ്റെ വാർഡൻ സിസ്റ്ററിൻ്റെ വഴക്ക്, അതൊരു പ്രത്യേക സുഖമാണോ എന്ന് ചോദിച്ചാൽ ഇന്ന് ഓർക്കുമ്പോൾ അത് സുഖമുണ്ട്, പക്ഷെ അന്ന് ഓർക്കുമ്പോൾ അതൊരു സുഖമില്ല കേട്ടോ. അപ്പൊ അതുപോലെ ഒരു ബെഡ്ഷീറ്റോ, നല്ല രസമാണ്, വിരിച്ചാൽ നല്ല ഭംഗിയാട്ടോ. ഇതിന്റെ ഓറഞ്ച് കളർ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചപ്പോൾ അതെല്ലാം തന്നെ സോൾഡ് ഔട്ട് ആയി. അത് നല്ല രസമായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ബ്ലൂ കളർ കേട്ടോ, നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് 1000 റുപ്പീസിന് താഴെയാണ്. പിന്നെ ഉള്ളത് ഇതിന്റെ പില്ലോ കവറിന്റെ സൈസ് 17x27 ഇഞ്ചസ് ആണ്. എന്നിരുന്നാലും മാഗ്നസ്കേപ്സ് പില്ലോ കവേഴ്സ് ഒക്കെ കുറച്ചുകൂടി വലുതാണ് കേട്ടോ. ഇനിയുള്ള ഷീറ്റ്, ഇതും ഒരു കിങ് സൈസ് ബെഡ്ഷീറ്റ്, ഇതൊരു ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആണ്. ഇന്ന് ആക്ച്വലി
വിരിച്ചിട്ടപ്പോൾ നോക്കിയില്ല, അതുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. ഇതൊരു ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആണ്. ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 695 രൂപയാണ്. ഇത് ഗ്രേ കളറാണ്, ഭയങ്കര ഭംഗിയാട്ടോ ഇത് കാണാനേ. സൈഡ് ബോർഡറും ഗ്രേ ആണ്, വളരെ രസമായിട്ട് നല്ല എന്താ പറഞ്ഞ എന്താ പറയുന്ന നമുക്കിങ്ങനെ സ്നോ ഫ്ലേക്സ് ഒക്കെ പോലെ ഇങ്ങനെ വിരിച്ചിട്ടൊക്കെ തോന്നും കേട്ടോ. നല്ല രസമായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ്. പിന്നെ നമുക്ക് വീട്ടിലിരിക്കുന്ന അപ്പയാണോ അമ്മയാണോ കൂടുതൽ ഇഷ്ടം എന്ന് ഓരോരുത്തരൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ വലിയ പ്രായമായിട്ടുള്ള എന്നോട് അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഉത്തരം ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. നമുക്ക് പേരൻസിനോട് ഒരേപോലെ ആയിരിക്കണം ഇഷ്ടം, അല്ലേ? എന്നാലും നമ്മളിപ്പോൾ എല്ലാവരും പറയും പെൺപിള്ളേർക്ക് ആൺപിള്ളേ അപ്പയെ ഇഷ്ടം, മീൻസ് അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് പറയുവേ. പക്ഷെ രണ്ടുപേരും ഒരേപോലെ സ്നേഹിക്കണം കേട്ടോ. ഈ കുഞ്ഞുങ്ങളൊക്കെ ഈ സ്കൂൾ അവധിയൊക്കെ ആകുമ്പോഴത്തേനും ഇല്ലേ, നമ്മൾ അവർ ഒത്തിരി ഒന്നും വഴക്കൊന്നും പറയരുത് കേട്ടോ. അപ്പോൾ വഴക്കൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സങ്കടമാവും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പോയി അപ്പയാണോ അമ്മയാണോ ഇഷ്ടം എന്ന് ചോദിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ആൻറ്റിക്ക് അപ്പയാണോ അമ്മയാണോ ഇഷ്ടം എന്ന് ഒരു കൊച്ചു ചോദിച്ചു. അപ്പോൾ എനിക്ക് അതിനകത്ത് മറുപടി പറയാൻ പറ്റത്തില്ല. എടാ ഇഷ്ടം ആടാ എന്നൊക്കെ പറഞ്ഞ് വിടും. അതുപോലെ നമുക്ക് നമ്മുടെ പേരൻസാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്, നമ്മളെ ഇത്രയും വളർത്തി വലുതാക്കുന്നത്. അവരുടെ എന്താ പറഞ്ഞാൽ അവരുടെ ആ ഒരു അനുഗ്രഹമൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ നല്ലതായിട്ട് മീൻസ് ഇപ്പം ബിസിനസ് മാത്രമല്ല, നമുക്കിങ്ങനെ പേഴ്സണൽ ലൈഫിലും അല്ലാതെ എന്താ പറയുക നമ്മുടെ മനസ്സിനൊരു സന്തോഷമൊക്കെ കിട്ടത്തില്ലേ, അതൊക്കെ ഒരു അനുഗ്രഹമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പേരൻസിൻ്റെ മനസ്സൊന്ന് വിഷമിപ്പിക്കാതെ നല്ല സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ആ കൊച്ചിൻ്റെ മറുപടി എനിക്ക് തോന്നി ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടത് കേട്ടോ. ഇനി അവൻ എന്നോട് പറഞ്ഞ ഇതിനകത്ത് കേട്ടോളാം ഞാൻ, ആൻറ്റി ആലോചിച്ച് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇത് കണ്ടോ നല്ല ഭംഗിയാണ്, ആൻറ്റിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. അപ്പോൾ ആൻറ്റീനെ ഇഷ്ടപ്പെടുന്നു, ആൻറ്റിക്ക് ഒത്തിരി സന്തോഷമുണ്ട്, അതും പറയട്ടെ കേട്ടോ. ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു ഷീറ്റാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് ലൈക്ക് വൈറ്റ് കളറാണ്, പക്ഷെ ഒരു ഗ്രേയും കളറല്ല, അതിനിടയ്ക്കുള്ള കളറിലുള്ള ഒരു കളറാണ് കേട്ടോ. അതിൻ്റെ ഒരു എന്താ ഗ്രീൻ എന്ന് തന്നെ പറയാം, പക്ഷെ ഒരു ഇടയ്ക്കുള്ള കളറാട്ടോ. അതിൻ്റെ പൂക്കളൊക്കെ ഉള്ള ഒരു വെറൈറ്റി ഷീറ്റാട്ടോ. ആൾക്കാർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല ഭംഗിയായിട്ട് വിരിച്ചെടുത്ത് കിടക്കും, നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റാണ്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ബെഡ്ഷീറ്റിനൊന്നും കളറൊന്നും പോകത്തില്ല. പക്ഷെ ഈ ബെഡ്ഷീറ്റുകൾ നിങ്ങൾ വാഷ് ചെയ്യുമ്പം ഫെയ്ഡ് ആകുവാണെങ്കിൽ അത് ഓരോരുത്തരും എങ്ങനെ വാഷിംഗ് മെഷീനിൽ ഇടുന്ന എന്നുള്ള ഒരു രീതിയാണ് കേട്ടോ. ചില ആൾക്കാർ ഭയങ്കര പിന്നെ കൂടുതലായിട്ടുള്ള സോപ്പ് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റുകൾ ഫെയ്ഡായി പോകും. നമ്മളിപ്പോൾ ഒരു വലിയ വിലയുടെ ഒരു കാഞ്ചീപുരം സാരി വാങ്ങിച്ചാൽ പോലും അത് നമ്മൾ നന്നായി സൂക്ഷിച്ചില്ലെങ്കിൽ അത് ചീത്തയായി പോകും. അപ്പോൾ നമ്മൾ 695 ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഷീറ്റ് കളർ ഗ്യാരണ്ടി എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, അതേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ബാക്കി നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ള രീതി മാത്രമാണ്. ഇത്ര ഒന്നും പറയേണ്ട കാര്യമില്ല മോളെ എന്ന് അടുത്ത ദിവസം മെസ്സേജ് വരും. പക്ഷെ എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. യൂസ് ചെയ്യുന്നത് വാഷിംഗ് മെഷീനിൻ്റെ കപ്പാസിറ്റിയിൽ നിങ്ങൾ എങ്ങനെ വെള്ളം ഒഴിക്കുന്നു, ഏത് സോപ്പ് പൊടി ഇടുന്നു, ഏത് ലിക്വിഡ് ഇടുന്നു, അതൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ. പക്ഷെ കളർ പോകത്തില്ല കേട്ടോ. ഇനിയുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള അടുത്ത ഷീറ്റ്. ഇതൊക്കെ പറയണല്ലോ, നമ്മൾ ഈ ഓൺലൈനൊക്കെ വാങ്ങിക്കുമ്പോൾ എല്ലാവരും വിശ്വാസത്തോടെ ഇല്ല. അപ്പം ഞാൻ പറയുക എന്ന കാര്യം നിങ്ങളത് കറക്റ്റായിട്ട് തന്നെ എടുക്കണം കേട്ടോ. നല്ല രീതിയിൽ എടുത്താൽ മതിയേ, കളർ പോകത്തില്ല. ഇത് കണ്ട് 2 വലിയ പില്ലോ കവേഴ്സ് ഉള്ള നല്ല എന്താ പറയുന്നത് നല്ലൊരു നാരങ്ങ, കുഞ്ഞു നാരങ്ങയാണ്. നാരങ്ങ ഉണ്ടായിട്ടേ ഉള്ളൂ. അപ്പം പക്ഷെ നല്ല രസമായിട്ട്, വലിയ നാരങ്ങയല്ല ചെറിയ നാരങ്ങയാണ്. നല്ല ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ലൈൻ ഉണ്ട്, നല്ല സൈഡിൽ ഇതാണ്, നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ്. പിന്നെ നമ്മുടെ മാഗ്നസ്കേപ്സിൻ്റെ കടയുള്ളത് എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡ്. വൈറ്റിലേന്ന് വരുമ്പോഴും കടവന്ത്രയെന്ന് വരുമ്പോഴും നമ്മുടെ മെട്രോ പില്ല നമ്പർ 795 സൈഡിലാണ് ചെറുപറമ്പത്ത് റോഡ് ഉള്ളത്. അവിടെ ചെറുപറമ്പത്ത് റോഡ് കയറി ഒരു 200 മീറ്റർ ഫ്രണ്ടിൽ വരുമ്പോൾ ഫസ്റ്റ് ക്രോസ് റോഡ് റൈറ്റിലാണ് മാഗ്നസ്കേപ്സിൻ്റെ കടയുള്ളത്. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല സന്തോഷത്തോടെ നല്ല ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. താങ്ക് യു.